കൊളസ്ട്രോൾ എന്നൊരു അസുഖത്തിനെ പറ്റി നമുക്കൊക്കെ അറിയായിരിക്കും അല്ലേ? ആ കൊളസ്ട്രോൾ പേഷ്യൻസിൽ ഏറ്റവും കോമൺലി കാണുന്നത് ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന കണ്ടീഷനാണ്. അതായത് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂടുന്ന ഒരു സിറ്റുവേഷനാണ്. കൂടുതൽ പേരുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോസ്റ്റ്ലി റിപ്പോർട്ട്സിൽ LDL കൂടുന്നതാണ്. LDL കൂടുന്ന പേഷ്യൻസ് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളുണ്ട്. ഫസ്റ്റ് റെഡ് മീറ്റ് ആണ്. പിന്നെ ഉള്ളത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ്, അതോടൊപ്പം തന്നെ ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, ഈ ക്യാനിൽ വരുന്ന ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഷുഗറി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോൾ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മസ്റ്റായിട്ട് നിങ്ങളത് ക്വിറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡയറ്റിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ചെറിയ മീനുകളിലൊക്കെ, അതായത് മത്തി, അയല, നെത്തോലി, അതുപോലുള്ള ചെറിയ മത്സ്യങ്ങളിലൊക്കെ ഈ omega-3 ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് കാണാറുണ്ട്. ചിയാ സീഡ്സ് ഡെയിലി കഴിക്കണം. അത് നമുക്ക് വെള്ളത്തിട്ട് കുതിർത്തിട്ടോ എങ്ങനെയൊക്കെ സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ചിയാ സീഡ് ഡെയിലി കഴിക്കുന്നതിന് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ലെവലിൽ വരെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഓട്സ്, റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട്സ് ഓട്സ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. സോ അങ്ങനെയുള്ള ഓട്സ് പ്രിഫർ ചെയ്യുക. അത് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതിന് പകരം ഉപ്മാവായിട്ടോ അല്ലാതെ വേവിച്ചിട്ടോ പുഴുങ്ങി വേവിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പാല് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സോ ഈ ഒരു കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ കൊളസ്ട്രോൾ LDL കുറയ്ക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സഹായിക്കും.